ഹലോ ഹലോ അസ്സലാമലൈക്കും. നമ്മളുടെ കൃഷിത്തോട്ടത്തിലെ പേരൊക്കെ ഒന്ന് കണ്ടാലോ. ഞാൻ ഇന്നലെ ഒരെണ്ണം പറിച്ച് തിന്നു. നമുക്ക് ഒരെണ്ണം പറിക്കാറായിട്ടുണ്ട്. നല്ല പൂത്ത് കിടക്കണ കണ്ടോ കണ്ടോ കണ്ടോ. വേറെ ഒരെണ്ണം കൂടെ പൂത്ത് കിടപ്പണ്ട. ശിങ്കാരി ശംഖുകൾ നിൽക്കണം കണ്ട. ഇതിൽ നിന്നൊരു പേരൊക്കെ പറിച്ചെടുക്കാം അല്ലേ. അതുകൂടാതെ നമ്മളുടെ പാവക്ക അതേ പിടിച്ച് വരുന്നുണ്ട്. കുമ്പളങ്ങ, പിന്നെ വെള്ളരി. അതങ്ങനെ ഇരിക്കട്ടെ. കിട്ടുമല്ലോ, ഈ തണുപ്പല്ലേ. തണുപ്പത്തൊന്നും വലിയതായിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. എന്നാലും പറയാം. നമ്മുടെ മാതളമൊക്കെ നോക്കാം. വഴുതനങ്ങ ദേ കിടക്കുന്നുണ്ടാ, ദേ കിടക്കണ്ട മക്കളെ. വഴുതനങ്ങയുടെ കിടപ്പുണ്ടാവേ. ഇലയൊക്കെ പൂ കടിച്ച് നിൽക്കണേ. വേറെ ഉണ്ട് കേട്ടോ വഴുതനങ്ങ. വഴുതനങ്ങ ഉണ്ട്. പിന്നെ നമ്മുടെ മാതളം കണ്ടാ. നമ്മുടെ മാതളം അതൊന്ന് വേറെ ഒരെണ്ണം. അയ്യോ, ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം പോവും. തോംതി ഹിന്ദിയിലൊക്കെയാണ്. ഹിന്ദി എന്ന് പറഞ്ഞൂടാ, കേട്ട് പഠിച്ചതാണ് കേട്ടോ. ഉണ്ടാ. പിന്നെ അതെ പൂത്ത് ഇടാറായിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പുഷ്പം പുഷ്പിച്ച് കിടക്കണ കണ്ട. എന്താ കിടപ്പ്. നമ്മുടെ പച്ചമുളക് ഉണ്ടോ, പച്ചമുളക് ഞാൻ ഇതിൽ നിന്ന് കുറേ പറിച്ചിട്ടാ. വേണ്ട, കുറേ പറിച്ച് ഇതിൽ നിന്ന്. എന്താ ഇവിടെ ഞാൻ കടയിൽ പോകാത്തോട്ടെ, മഴ ആയതുകൊണ്ട് കടയിൽ പോകാത്തതുകൊണ്ട്. അത് മാത്രമല്ല, പച്ചമുളക് വേറെ ഉണ്ട് ഇതിൽ. നല്ല എരിവുള്ള പച്ചമുളക് കിടക്കണ്ട. ഇതിൽ നിന്ന് 5-6 പറിച്ചു. ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് ഞാൻ നിങ്ങളെ കാട്ടണമെന്നൊക്കെ ഓർക്കും. പക്ഷേ ആവശ്യത്തിന് എടുക്കുന്ന സമയത്തെ ഞാൻ അതൊന്നും നോക്കാറേ ഇല്ല. പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പം ഓക്കെ അല്ലേ. പിന്നെ നമ്മുടെ വേറാപ്പിള് ഞാൻ ഇതിൽ നിന്ന് 2-3 പറിച്ചതേ. ഒരെണ്ണം ചീഞ്ഞിരിക്കണ്ട. അതെ വേറാപ്പിളാണ് കേട്ടോ. ഉണ്ടാ. ഹായ്, എൻ്റെ തോട്ടത്തിലേക്ക് കയറാനേ മഴയായതുകൊണ്ട് കൂർക്ക ഉണ്ടായിട്ടുണ്ട്. കൂർക്കയൊക്കെ ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ പേരൊക്കെ വരച്ചാലോ. നമ്മുടെ പേരൊക്കെ വരയ്ക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോനെ മക്കളെ വേദനിക്കാതെ വരയ്ക്കാം. വരച്ചു ഉണ്ടാ. പേരക്ക നല്ലോണം കാണട്ടെ. പേരക്ക ഉണ്ടാ. പുള്ളിയുടെ സൗന്ദര്യം നോക്കി. പിന്നെ പിന്നെയുള്ള ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചേമ്പ് ഉണ്ടോ, ചേമ്പ് കടിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ചേമ്പ്